സർവശക്തനും മഹത്വം എല്ലാവർക്കും പ്രഭാതവന്ദനം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. അപ്പോൾ ദൈവവചനം പഠിക്കുമ്പോൾ പിതാവ് തോട്ടക്കാരൻ, ഇവിടെ കർത്താവായ യേശു പറയുകയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു. ചില വേദഭാഗങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവ് തോട്ടത്തിന്റെ ഉടമസ്ഥനും യേശു കർത്താവ് തോട്ടക്കാരനുമാകുന്നു. അങ്ങനെയും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒരേ സമയം തന്നെ തോട്ടത്തിന്റെ ഉടമസ്ഥൻ തന്നെ തോട്ടക്കാരനായി തോട്ടത്തിൽ വേല ചെയ്യാറുണ്ട്. നമ്മുടെ കൃഷിസ്ഥലത്ത് നമുക്കും എന്ത് ചെയ്യാം, നമ്മുടെ കൃഷിസ്ഥലമായതുകൊണ്ട് നാം തോട്ടത്തിന്റെ ഉടമസ്ഥനുമാകുന്നു, തോട്ടക്കാരനുമാകുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ മുന്തിരിയാകുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ എന്ത് ചെയ്യുന്നു, വെട്ടിക്കളയുന്നു, കായ്ക്കുന്ന അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാകും. ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പാലസ്തീൻ ലോകത്തിന്റെ നടുക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏകദേശം മധ്യത്തിലായിരിക്കുന്ന, ഭൗമപരപ്പിൽ ഏറ്റവും മധ്യത്തിലായിരിക്കുന്ന ഒരു സ്ഥലമാണ് പാലസ്തീൻ. നമുക്ക് കാണും യെരുശലേം ദേവാലയം. യെരുശലേം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൽ നടപ്പെട്ട ഈ മുന്തിരി തല ഇതിങ്ങനെ പടർന്ന് ലോകം മൊത്തം ആ മുന്തിരിവള്ളി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കർത്താവിന്റെ ഉയർപ്പിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവാം ദൈവം ഇറങ്ങി വന്നവരിൽ ആവസിച്ചതിനു ശേഷം ആ മുന്തിരിത്തല, ആ പരിശുദ്ധ ദേവാലയം എവിടെ നിന്നുവോ അവിടെ ഇപ്പോൾ മുസ്ലിങ്ങളുടെ മോസ്കാണ് നിൽക്കുന്നതെങ്കിലും ആ പരിശുദ്ധ സ്ഥലം നിന്നത്, അതായത് കൃപാസനത്തിൽ, നിയമോട്ടകത്തിന് പോലും പിതാവാന്തി ഇറങ്ങി വന്ന കൃപാസനത്തിൽ അവിടെ നടപ്പെട്ട മുന്തിരിവള്ളി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മുന്തിരിവള്ളി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പടർത്തുന്നത് അതിന്റെ തോട്ടക്കാരനാണ്, പിതാവാം ദൈവം. അപ്പോൾ ഇങ്ങനെ പടർന്നു വന്നിരിക്കും. ഈ വചനഭാഗം വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനകത്ത് വല്ലാത്ത ഒരു വിഷമമാണോ സന്തോഷമാണോ എന്ന് എനിക്കറിയെങ്കിൽ പരിശുദ്ധാത്മാവില് അതങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയാകുന്നു. മുന്തിരി വള്ളിയും മുന്തിരിക്ക് കൊമ്പുകളും ഉണ്ട്. അപ്പൊ വള്ളികളിലെ കൊമ്പുകൾ ഉണ്ടാകും, കൊമ്പുകളിലാണ് ഫലം ഉണ്ടാകും, വള്ളിയിലല്ല ഫലം ഉണ്ടാകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, മുന്തിരി വള്ളിയിലല്ല ഫലം ഉണ്ടാകുന്നത്, വള്ളിയിലുണ്ടാകുന്ന കൊമ്പുകളിലാണ് ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, എന്നിൽ കായ്ക്കാത്തതൊക്കെയും അവൻ വെട്ടി തീയിലിട്ട് കളയുന്നു എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവേശുവിനെ തങ്ങളുടെ രക്ഷിതാവായി അംഗീകരിക്കുവാൻ കഴിയാത്ത ജാതികളെയും ദൈവത്തെ അറിയാത്തവരെയുമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറുഭാഗത്ത് കർത്താവിനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന, രക്തത്തിൽ വീണ്ടും പ്രാപിച്ച ദൈവത്തിന്റെ വിശുദ്ധ ജനത്തെ അവന്റെ കൊമ്പുകളായി കാണാം. രണ്ട് കൊമ്പുകളായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അറിയാത്ത കൊമ്പുകളൊക്കെ എന്ത് ചെയ്യുന്നു, വെട്ടി തീയിലെറിഞ്ഞു കളയുന്നു. ക്രിസ്തുവിലായിരിക്കുന്ന കൊമ്പുകൾ ഫലം കായ്ക്കുന്നു. മറ്റത് ഫലം കായ്ക്കാത്തതും ക്രിസ്തു എന്ന വള്ളിയിൽ അതിനെ പിടുത്തമില്ലാത്തതെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുമില്ല, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിശ്വാസത്തോട് ക്രിസ്തുവിനെ സ്വീകരിക്കാതെ അവിശ്വാസത്താൽ അവർക്ക് ഭ്രംശം വന്നു എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. അവിശ്വാസത്താൽ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് ജാതികൾ ജീവിക്കുമ്പോൾ അവരെ തീയിലെറിയുവാനായി ആ മുന്തിരി വള്ളിയിൽ നിന്ന് പിതാവാം ദൈവം, അല്ലെ തോട്ടക്കാരൻ, വെട്ടിക്കളയുന്നു എന്ന് കാണുന്നു. മറ്റത് കൊമ്പുകൾ, ഫലം കായ്ക്കുന്ന കൊമ്പുകളുണ്ട്, അത് ദൈവത്തിന്റെ വിശുദ്ധ ജനത്തെ കാണിക്കുന്നു. ഇവിടെയും എന്ത് ചെയ്യുന്നു, ഒന്നിനെ വെട്ടിക്കളയുമ്പോൾ മറ്റൊന്നിനെ ധാരാളം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. എന്ന് പറഞ്ഞാൽ മുന്തിരി വള്ളിയെ കുറിച്ച് പഠിക്കുമ്പോൾ, അതിന്റെ ശാസ്ത്രീയ വശം പഠിക്കുമ്പോൾ, ധാരാളം കായ്കൾ ഉണ്ടാകാൻ മുന്തിരി കൊമ്പുകളെ എന്ത് ചെയ്യുന്നു, പ്രൂൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞ വെട്ടി അതിന്റെ കൊമ്പുകളുടെ അഗ്രം വെട്ടി വെടിപ്പാക്കി ധാരാളം പൂക്കൾ ഉണ്ടാകുവാൻ തക്കവണ്ണം തോട്ടക്കാരൻ അങ്ങനെ ചെയ്യുന്നത് ഒരു ശാസ്ത്രീയ വശമാണ്. അപ്പോൾ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഫലം കായ്ക്കുന്ന കൊമ്പുകളായതുകൊണ്ട് നമ്മളെ വീണ്ടും എന്ത് ചെയ്യുന്നു, ധാരാളം ഫലം കായ്ക്കേണ്ടതിനെ അവൻ ദിനംതോറും ചെത്തി എന്ന് പറഞ്ഞ പ്രൂൺ ചെയ്ത് ആവശ്യമില്ലാതെ വളർന്നു വരുന്നതിനെയൊക്കെ എന്ത് ചെയ്യുന്ന, വെട്ടിയെടുത്ത് കളയുന്നു. എന്തിനാണെന്നറിയാമോ, അവന് വേണ്ടി ധാരാളം ഫലം കായ്ക്കുവാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ, എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ഒരു 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 ചെറിയ രീതിയിലുള്ള ചിരിയും എൻ്റെ ഉള്ളിൽ വരുന്നു. കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ വെട്ടി തീയിലിട്ട് കളയും. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യും,
കർത്താവ് വീണ്ടും വെട്ടിക്കൊണ്ടേയിരിക്കും ധാരാളം ഫലം കായ്ക്കാൻ. അപ്പൊ അതില് മേളിൽ കൂടെ പോയാലും കുഴപ്പം, താഴെ കൂടെ പോയാലും. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ഇത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ദൈവം. ധാരാളം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ പൈതലെ നിന്നെ പ്രൂൺ ചെയ്യുമ്പോൾ, നിന്നെ ചെത്തിവെടുപ്പാക്കുമ്പോൾ, നിനക്കൊരു പക്ഷെ അതിന് വേദന ഉളവാക്കുന്ന രീതിയിൽ നിനക്ക് അനുഭവപ്പെടുമെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന, കുഞ്ഞെ, ധാരാളം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ് നിന്നെ ചെത്തിവെടുപ്പാക്കുന്നത്. നിന്നെ വെട്ടി തീയിലെറിഞ്ഞു കളയേണ്ടതായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ആ വള്ളി നിന്നെ തീർത്ത്, നിന്നെ ചേർത്ത് നിർത്തി, നിന്നെ ഫലമുണ്ടാക്കി ധാരാളം ഫലം കായ്ക്കേണ്ട തോട്ടക്കാർ നിന്നെ ചെത്തി വെടിപ്പാക്കുന്നുവെങ്കിൽ നീ ഓർത്തുകൊള്ളണം, ധാരാളം ഫലം കായ്ക്കും. അതുകൊണ്ട് താൽക്കാലികമായി നിന്റെ ദുഃഖം